വാസ്തവത്തിൽ ഇതുൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മൾ കാണേണ്ടത് അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ കേരള വിരുദ്ധ നേതാവാണോ എന്നുള്ളതാണ്. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. അത് നിർഭാഗ്യകരമാണ്. അല്ല, ഈ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി എന്നെ പഠിപ്പിക്കേണ്ട. ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പ്രതിപക്ഷ ആരോപണങ്ങൾ ഉന്നയിക്കും, അതിന്റെ കൃത്യമായ മറുപടിയാണ് വേണ്ടത്. ഞാൻ എങ്ങനെയാണ് ആരോപണം ഉന്നയിക്കേണ്ടതെന്ന് എനിക്ക് ക്ലാസ് എടുക്കണ്ട. വീണ ജോർജിന്റെ ക്ലാസ് എനിക്ക് വേണ്ട. 1. 2, ഞങ്ങളിത് ഉന്നയിച്ചത് ആധികാരികമായിട്ടാണ്. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരമാണ്. CNDG-യുടെ പ്രിലിമിനറി ഫൈൻഡിംഗിൽ തന്നെ എത്ര ആശുപത്രികളിലേക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞു. അതായത് 26 ആശുപത്രികളിലേക്ക് ഈ കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തു. പിന്നെ നിലവാരമില്ലാത്തത്, വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ മരുന്ന് 483 ആശുപത്രികളിലേക്ക് കൊടുത്തു. എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? ചില കമ്പനികളുടെ പരിശോധിക്കുന്നേയില്ല.